ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്പിൻ്റെ താഴെയായിട്ട് ഒരു ചെറിയൊരു മേക്ക് ഓവർ ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളിൽ കൂടെ കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ കുറച്ച് പെബിൾസ് ഇല്ലേ, അതുണ്ട് എൻ്റെ കയ്യിൽ. കുറച്ച് സൈറ്റിലേക്ക് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പം ഞാനിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ സിറ്റ് ഔട്ട്. അതിൻ്റെ സ്റ്റെപ്പിൻ്റെ താഴെയാണ് കേട്ടോ നമ്മൾ ഈ കാണുന്ന പെബിൾസാണ് നമ്മളവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് ചെയ്യാനായിട്ട് വിചാരിച്ചപ്പോൾ തന്നെ നല്ലൊരു മഴ പെയ്തിട്ടോ. അത് കാരണം കൊണ്ട് നമുക്ക് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ മഴയൊന്ന് കുറഞ്ഞപ്പോഴാണ് ഞാൻ ചെയ്യാനായിട്ട് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മളുടെ പെബിൾസ് പല കളറിലുള്ളതാണ്. കൂടുതലും നമ്മളുടെ ഒരു ബിസ്ക്കറ്റ് കളറിൽ വരുന്ന പെബിൾസാണ് കേട്ടോ കൂടുതലുള്ളത്. കുറച്ചൊക്കെ നമ്മളുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം അതും പിന്നെ കുറച്ച് നമ്മളുടെ സൈറ്റിലേക്ക് വേണ്ടി ലാൻഡ്സ്കേപ്പിങ്ങിന് വാങ്ങിച്ചപ്പം വീട്ടിലേക്ക് കൂടി കുറച്ച് വാങ്ങിയതാണ് കേട്ടോ ഇക്ക. അപ്പം അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിപ്പം അവിടെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മളുടെ പെബിൾസിനൊക്കെ ഒന്ന് നന്നായി കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. നമുക്ക് ഇതൊരു ചാക്കിൽ ഒരു പകുതി ഭാഗം ഉണ്ടായിരുന്നു, പകുതിയല്ല ഒരു കാൽഭാഗത്തോളം ഉണ്ടായിരുന്നു. അത് നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കണം, കാരണം ഒരുപാട് ചെളി ഉണ്ടാവും. അപ്പം ഞാനൊരു ബക്കറ്റിലേക്ക് വാരി ഇട്ടിട്ട് ഒരു 3-4-5 തവണ ഞാൻ വെള്ളം കഴുകി കളഞ്ഞ് അങ്ങനെ ഒരു 4-5 പ്രാവശ്യം ക്ലീൻ ചെയ്തെടുത്തതാണ് കേട്ടോ. എന്നിട്ടാണ് നമ്മൾക്ക് ഈ ഒരു കോലത്തിലേക്ക് കിട്ടിയേക്കണത് കേട്ടോ. അപ്പം ഞാനത് ചെയ്യാനായിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ മോള് കൂടെ വന്നിട്ടുണ്ടായി കേട്ടോ. ആള് എന്നെ എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ ഉണ്ടാവും, ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെറിയ ചെറിയ പണികളും തരും. അങ്ങനെ ഞാനും മോളും കൂടെ ഞങ്ങൾ ഒരുമിച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കളറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് സാധനം കയ്യിൽ കിട്ടിയതിനെക്കാട്ടും ഒരുപാട് വ്യത്യാസം വന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്തപ്പോൾ. അപ്പം ഞങ്ങളത് കഴിഞ്ഞ് അടുത്തതായിട്ട് നമ്മളുടെ സെറ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. കുറേ സ്ഥലത്തൊക്കെ ഇങ്ങനെ മെറ്റലൊക്കെ നീങ്ങിപ്പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ബേസായിട്ടൊരു മെറ്റൽ കുറച്ച് വേണം നമുക്ക്, എന്നാലും നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ചെളി തെറിക്കും അല്ലെന്നുണ്ടെങ്കിൽ. അപ്പം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സ്റ്റെപ്പിൻ്റെ താഴെയായിട്ട് ടൈലിട്ടിട്ടുള്ള ആ ഒരു ഭാഗത്ത് ചെളി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ മെറ്റലില്ലാത്ത ഭാഗത്ത് ഞാൻ മെറ്റലും കൂടെ വേറെ ഭാഗത്തുനിന്ന് വാരി കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്യുവാണ് കേട്ടോ ചെയ്തത്. എന്നിട്ട് നമ്മൾ നേരെ അതിൻ്റെ മുകളിലായിട്ട് പെബിൾസ് ഞാനൊരു ബക്കറ്റിൽ വാരിയിട്ട് കുറച്ച് കുറച്ചായിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിടുന്നത്. അങ്ങനെ ഒരു ലെവൽ ചെയ്യാനും വേണ്ടിയിട്ട് നമുക്കതൊന്ന് ലെവൽ ചെയ്യണമല്ലോ. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ വേറെ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു മരക്കഷ്ണം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നത്. അതിനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അതിന് ബോർഡറാക്കി വെച്ചിട്ട് നമ്മൾ പെബിൾസ് സെറ്റ് ചെയ്യുവാണ് കേട്ടോ ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ വളഞ്ഞ് തിരിഞ്ഞൊക്കെ പോകുമല്ലോ, അതില്ലാതിരിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അവസാനം ലെവൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ലെവലിങ് കുറച്ചധികം സമയമെടുത്ത് ക്ഷമയോട് ചെയ്യേണ്ട കാര്യമാണ്. പെബിൾസ് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീങ്ങിപ്പോവും. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ജസ്റ്റ് ലെവൽ ചെയ്ത് കുഴികളൊക്കെ അടച്ച് കൊടുത്ത് അങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് ബിസ്ക്കറ്റ് കളർ ആ ഒരു ഷെയ്ഡിൽ വരുന്ന പെബിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെടികളുടെ ഇടയിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ്, വീട്ടിലുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ബോർഡറായിട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. എത്ര ദിവസത്തേക്ക് ഇത് ഉണ്ടാകുന്നൊന്നും നമുക്കറിയത്തില്ല, മക്കളുള്ള വീടല്ലേ. അപ്പോൾ അവർ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെറുക്കി കളയൊക്കെ ചെയ്യുന്നാലും കാണുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷം, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഞാനത് സെറ്റ് ചെയ്ത ശേഷം അതിൻ്റെ ചുറ്റും ബാക്കിയുള്ള ഭാഗത്ത് മെറ്റലും കൂടി ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മോള് ഇത് കൂടെ നടക്കുവാണേ. ഇഷ്ടപ്പെട്ടാ ശരിക്കും? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഇതുപോലുള്ള മേക്ക് ഓവർ വീഡിയോ ഒക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.